മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ദൃശ്യം 3. ഹിന്ദിയിലും തെലുങ്കിലും കൊറിയൻ ചൈനീസ് ഭാഷകളിലും ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്രാഞ്ചൈസിയിലെ 3-ാം ചിത്രം എന്നാരംഭിക്കുമെന്നുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇപ്പോഴിതാ ജോർജ് കുട്ടി വീണ്ടും എത്തുമെന്ന ഉറപ്പു നൽകിയിരിക്കുകയാണ് മോഹൻലാൽ തന്നെ. എമ്പുരാൻ സിനിമയുടെ പ്രമോഷന് ഭാഗമായുള്ള അഭിമുഖത്തിലായിരുന്നു നടന്റെ പ്രതികരണം. ദൃശ്യം 3 ഉറപ്പായും വരും. അണിയറയിൽ സിനിമ പുരോഗമിക്കുകയാണ്. സ്ക്രിപ്റ്റ് ഏറെക്കുറെ റെഡിയാണ്. ഫൈനൽ ആയിട്ടില്ല. ജിത്തുവാണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. എന്തായാലും ദൃശ്യം 3 വരും. ഒരുപാട് പേർ സിനിമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. വർക്കുകൾ പുരോഗമിക്കുകയാണെന്നും മോഹൻലാൽ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിലെത്തിച്ച 2 പതിപ്പുകൾക്ക് ശേഷമാണ് ദൃശ്യം 3 എത്തുന്നത്. ജിത്തു ജോസഫ് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ദൃശ്യം മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ദൃശ്യം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞിരുന്നു. 2021 പുറത്തിറങ്ങിയ 2-ാം പതിപ്പും ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. അതേസമയം സമൂഹമാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ എമ്പുരാൻ തരംഗമാണ്. ഓരോ ദിവസവും സിനിമയുടേതായി വരുന്ന അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവുകയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായാണ് എമ്പുരാൻ എത്തുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് സിനിമയുടെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ്. 100 കോടി ബജറ്റ് ഉണ്ടായിട്ട് 80 കോടിയും പ്രതിഫലമായി പോയിട്ട് ബാക്കി 20 കോടിക്ക് സിനിമ നിർമ്മിക്കുന്നത് പോലെയല്ല തങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പൃഥ്വിരാജ് പറയുന്നു. സിനിമയിൽ മോഹൻലാലും പൃഥ്വിരാജും പ്രതിഫലമായി 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും താരങ്ങൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.